നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും. നമ്മൾ കഴിഞ്ഞ അധ്യായങ്ങളിൽ 6 അധ്യായങ്ങളിൽ റോമക്കാർക്ക് എഴുതിയ അധ്യായങ്ങളിൽ നാം നിയമാനുഷ്ഠാനത്താലല്ല യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം കേട്ടുണ്ടാകുന്ന വിശ്വാസത്താലാണ് നീതീകരിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ പഠിച്ചു. ഇവിടെ നമുക്ക് നിയമത്തിൽ നിന്ന് നാം എങ്ങനെ മോചിക്കപ്പെടുന്നു എന്നുള്ളതിന് ദൈവം ഒരു ഉദാഹരണം ഇവിടെ നൽകുന്നുണ്ട്. നമുക്കറിയാം, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് സ്ത്രീയും പുരുഷനുമായിട്ടാണ്. അപ്പോൾ മിക്ക കാര്യങ്ങളിലും ദൈവം ഈ ഉദാഹരണം ഇവിടെ ചേർക്കുന്നുണ്ട്. അതേപോലെ തന്നെ റോമക്കാർക്ക് എഴുതിയ 7-ാം അധ്യായത്തിലും ഈ ഒരു ഉദാഹരണം പറയുന്നുണ്ട്. അവിടെ പറയുന്നുണ്ട്, ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ ഭാര്യയ്ക്ക് ആ ഭാര്യയെ ബന്ധിപ്പിക്കുന്ന ആ നിയമത്തിൽ നിന്ന് മോചിതയായി അവൾക്ക് പിന്നീട് ഒരു വിവാഹം കഴിക്കാം. ഭർത്താവ് ജീവനോടെ ഇരിക്കുമ്പോൾ അവൾക്ക് മറ്റൊരു വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ അവൾ വ്യഭിചാരിണിയാകും, അത് പാപമാകും. അപ്പോൾ ഈ ഒരു ഉദാഹരണം പറഞ്ഞുകൊണ്ട് ദൈവം എന്താണ് പഠിപ്പിക്കുന്നത്? ഇവിടെ 1-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്, നിയമത്തിന് ഒരുവൻ്റെ മേൽ അധികാരമുള്ളത് അവൻ ജീവിച്ചിരിക്കുമ്പോഴാണ്. അപ്പോൾ അവൻ മരിച്ചു കഴിഞ്ഞാൽ അധികാരമില്ല. ഇവിടെ ഇപ്പോൾ ഏത് രാജ്യത്തിൻ്റെ നിയമമായാലും അവൻ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവനെ ശിക്ഷിക്കാൻ പറ്റില്ല. ആ രീതിയല്ലല്ലോ ഇവിടെ പറയുന്നത്. ഇവിടെ എന്ത് മരണമാണ്? ഇവിടെ നാം കഴിഞ്ഞ അധ്യായങ്ങളിൽ പഠിച്ചു, യേശു ക്രിസ്തുവിലുള്ള ആ സുവിശേഷത്തിൻ്റെ ജ്ഞാനം മൂലം, ആ ജ്ഞാനസ്നാനം മൂലം, ആ അറിവ് മൂലം നാം അവനോടുകൂടെ, ആ സുവിശേഷത്തിലുള്ള ജ്ഞാനം മൂലം നാം അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു, നാം അവനോടുകൂടെ സംസ്കരിക്കപ്പെട്ടു. ഈ മരണമാണ് ഈ മരണത്താൽ ഇപ്പോൾ നാം മരിച്ചവരായി. മനസ്സിലായോ? യേശു ക്രിസ്തുവിൻ്റെ ജ്ഞാനത്താൽ നാം മരിച്ചവരായി. അതാണ് പറഞ്ഞത്, മരിച്ചവൻ്റെ മേൽ ഇനി നിയമത്തിന് അധികാരമില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മേൽ ഇനി ഒരു നിയമത്തിനും ഇനി അധികാരമില്ല. അതുകൊണ്ടാണ് ആ 4-ാം വാക്യത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നത്, എൻ്റെ സഹോദരരെ, ക്രിസ്തുവിൻ്റെ ശരീരം മുഖേന നാം നിയമത്തിന് മരിച്ചവരായി. അതായത് ഇനി നാം നിയമത്തെ സംബന്ധിച്ച് നമുക്ക് ഇനി ഒരു സ്വാധീനവുമില്ല. ഇവിടെ എന്താണ്? അവൻ്റെ ശരീരം മുഖേന, ഈ നമ്മുടെ ശരീരം മുഖേന ശരീരത്തിൻ്റെ ജീവൻ പോയിട്ട് അങ്ങനെയല്ല. അവൻ്റെ ശരീരം മുഖേനയാണ് നാം നിയമത്തിന് മരിച്ചവരായത്. അവൻ്റെ സുവിശേഷം മുഖേനയാണ് നാം അവനോടുകൂടെ സംസ്കരിക്കപ്പെട്ടത്, ജ്ഞാനസ്നാനത്താൽ നാം സംസ്കരിക്കപ്പെട്ടത്. അപ്പോൾ ആ മരണത്താൽ, അപ്രകാരമുള്ള മരണത്താൽ നാം നിയമത്തിന് മരിച്ചവരായി. നിയമത്തിന് നമ്മുടെ മേൽ അധികാരമില്ല. ഇതെന്തിനാണ്? ഇത് ആ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടവൻ്റെ സ്വന്തമാകേണ്ടതിന് വേണ്ടിയാണ്. അപ്പോൾ അവൻ്റെ സ്വന്തമാകണമെങ്കിൽ ഇപ്രകാരം നാം നിയമത്തിന് മരിച്ചവരായി തീർന്നേ പറ്റുള്ളൂ. ഈ സുവിശേഷപ്രകാരം, ഈ സുവിശേഷം കേട്ട് യേശുവിനോട് മരിക്കുമ്പോൾ നമ്മിൽ നിന്ന് ദൈവത്തിന് വേണ്ടി ഫലം പുറപ്പെടുവിക്കുന്നു. മനസ്സിലായോ? ഈ പ്രകാരമല്ലാതെ ഇരിക്കുന്ന ആ മുൻപുള്ള അവസ്ഥ എന്താണ്? നാം ജഡാഭിലാഷങ്ങൾക്ക് അനുസരിച്ച് ജീവിച്ചിരുന്നപ്പോൾ നമ്മിൽ നിന്ന് പുറപ്പെട്ടിരുന്നത് മരണത്തിൻ്റെ ഫലങ്ങളായിരുന്നു. കാരണം ജഡത്തിൻ്റെ ദുരാശകൾ നമ്മുടെ അവയവങ്ങളിൽ വസിച്ചിരുന്നു. അതാണ് നമ്മൾ ദുർവൃത്തികൾ, ദുരാസക്തികൾ, മദ്യപാനാസക്തികൾ, ധനത്തിനോടുള്ള മോഹം, ഇങ്ങനെയുള്ള ജഡത്തിൻ്റെ മോഹങ്ങൾ, അതൊക്കെ എന്താണെന്ന് നമുക്കറിയാമല്ലോ. ഇതെല്ലാം നമ്മിൽ വസിച്ചിരുന്നു. ഈ സുവിശേഷ പ്രകാരം നാം ക്രിസ്തുവിനോട് മരിച്ച് നിയമത്തിൽ നിന്ന് മോചിതരാകുമ്പോൾ നമ്മിൽ ദൈവത്തിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നു. ഇപ്പോൾ നിയമത്തിൻ്റെ അനുഷ്ഠാനങ്ങളാകട്ടെ, അഥവാ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ളത് ധനമോഹമാണ് എല്ലാ പാപത്തിൻ്റെയും അടിസ്ഥാന കാരണം. മോഹിക്കരുത്. അതേപോലെ തന്നെ മദ്യപാനി സ്വരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾക്ക് അറിയാം. അപ്പോൾ ഈ കാര്യങ്ങളായാലും ഈ അനുഷ്ഠാനങ്ങളായാലും ഇതിൽ നിന്നെല്ലാം മോചനം നമുക്ക് ലഭിച്ചപ്പോഴാണ് അതാണ് പറഞ്ഞിരിക്കുന്നത്, ഇത് നിയമത്തിൽ നിന്ന് മോചിതമായി. ഇത് ആത്മാവിൻ്റെ പുതുമയിലാണ്, നിയമത്തിൻ്റെ പഴയമയിലല്ല. നമ്മൾ ഇതിൽ നിന്നെല്ലാം മോചിതരായത് ആത്മാവിൻ്റെ പുതുമയിലാണ്. ഈ ആത്മാവിൻ്റെ പുതുമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ആ സുവിശേഷം, ഇത് ആത്മന ഉള്ള ആ ശുശ്രൂഷ, ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ ആത്മനയുള്ള ശുശ്രൂഷയാൽ നാം ഇതിൽ നിന്നെല്ലാം മോചിതരാകുന്നത് ഇവിടെ ഈ സുവിശേഷമാണ്. ഇങ്ങനെ നമ്മൾ എല്ലാത്തിൽ നിന്നും മോചിതരായാൽ മാത്രമേ ഈ ഉയർപ്പിക്കപ്പെട്ടവൻ്റെ സ്വന്തമാകുകയുള്ളൂ എന്നാണ് ഇവിടെ എഴുതപ്പെട്ടിരിക്കുന്നത്.
നമുക്കറിയാം ദൈവം ഈ അനുഷ്ഠാനങ്ങളെല്ലാം നൽകിയത് ക്രിസ്തു ആകുന്ന രക്ഷയിലേക്ക് ഉള്ള ആ യാത്രയായിരുന്നു ആ അനുഷ്ഠാനങ്ങൾ. നിങ്ങൾ നോക്കി ഇവിടെ അതേപോലെ നിയമത്തിൻ്റെ അനുശാസനങ്ങളെല്ലാം ആ ക്രിസ്തുവിലെത്താൻ വേണ്ടി നമ്മൾ നീതിയോടെ ജീവിക്കുന്നതിന് വേണ്ടി നൽകിയതായിരുന്നു. എന്നാൽ എന്താണ് സംഭവിച്ചത്? ഈ പാപം നമ്മൾ അവസരം കണ്ടെത്തി ഈ അനുഷ്ഠാനങ്ങൾ തെറ്റിക്കുകയും നാം ചതിക്കപ്പെടുകയും മരണം നമ്മിൽ വ്യാപരിക്കുകയും ചെയ്തു. ഇപ്പോൾ ഇനി വീണ്ടും ഇപ്രകാരമുള്ള അനുഷ്ഠാനങ്ങളാലാണെന്ന് പറഞ്ഞാൽ നമ്മൾ വീണ്ടും ഈ പാപം നമ്മളെ അവസരം കണ്ടെത്തി വീണ്ടും നമ്മളെ ചതിച്ച് നാം മരണത്തിലേക്ക് പോകും. അതുകൊണ്ടാണ് ഇപ്പോൾ ദൈവം വിശ്വാസത്താൽ നീതീകരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇവിടെ നമുക്കറിയാം ഈ നിയമം നമുക്ക് പാപത്തെക്കുറിച്ച് ബോധം നൽകും അല്ലേ? ഈ നിയമമില്ലെങ്കിൽ ആ പാപം എന്താണെന്ന് നമ്മൾ അറിയില്ല. അപ്പോൾ നമുക്ക് അപ്രകാരം ആ പാപമാണെന്ന് അറിയാം എന്നുള്ളത് അല്ലാതെ ഇപ്പോൾ അതുകൊണ്ട് നമുക്ക് യാതൊരു ഉപകാരമില്ല. പക്ഷെ ഇപ്പോഴും നമ്മളിപ്പോൾ നിയമങ്ങളോ അനുഷ്ഠാനങ്ങളോ ഒന്നുമില്ല എന്ന് പറയുന്നെങ്കിലും ഇപ്പോൾ വീണ്ടും നമ്മൾ എന്തുകൊണ്ടാണ് ഈ പാപത്തിൻ്റെ കീഴിൽ വീണു പോകുന്നുണ്ടോ? ഇവിടെ ശരീരത്തിൻ്റെ അഭിലാഷങ്ങൾക്കനുസരിച്ച് ജീവിച്ചിരുന്നവനാണ് ഞാൻ തന്നെ ചില കാര്യങ്ങൾ ചെയ്യരുതെന്ന് ആഗ്രഹിച്ചിട്ടും ഞാൻ ഇച്ഛിച്ചിട്ടും അത് എനിക്കൊണ്ട് ചെയ്യാൻ കഴിയാതെ എൻ്റെ ശരീരം അതിന് എതിർത്ത് ചില സാഹചര്യങ്ങളിൽ ഞാൻ വീണു പോയിട്ടുണ്ട്. ഇവിടെ 15-ാം വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ തന്നെ എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ ഇച്ഛിക്കുന്നതല്ല, ഞാൻ വെറുക്കുന്നതാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്? നാം വിശ്വാസത്തോടെ നീതീകരിക്കപ്പെടുന്നത്, സുവിശേഷമെല്ലാം അനുസരിച്ച് വിശ്വാസത്തോടെ നിൽക്കുന്നു. നാം പിന്നെ ഇച്ഛിക്കാത്തത് എങ്ങനെ നാം പ്രവർത്തിക്കുന്നു? ജഡ അഭിലാഷങ്ങൾക്ക് അനുസരിച്ച് ജീവിച്ചിരുന്ന ഞാനാണ്. ഇപ്പോൾ നാം ക്രിസ്തുവിൻ്റെ സുവിശേഷം അനുസരിച്ച് എൻ്റെ മനസ്സിൽ അന്തരംഗത്തിൽ ആ ദൈവത്തിൻ്റെ നിയമം, ദൈവം നമ്മെ രക്ഷിക്കുന്ന രീതികൾ അറിഞ്ഞ് ഞാൻ സന്തോഷിക്കുമ്പോഴും ഈ അവയവങ്ങളിൽ ഇപ്പോഴും പാപം വസിക്കുന്നു. ആത്മാവിൽ നമ്മളൊരു പുതിയ മനുഷ്യനായി പോകുമ്പോഴും നമ്മുടെ ജഡങ്ങളിൽ ആ ദുരാശകൾ, ആ പാപം വസിക്കുന്നു, അവയവങ്ങളിൽ പാപം വസിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. എൻ്റെ മനസ്സിൽ ദൈവത്തിൻ്റെ നിയമമോർത്ത് ആഹ്ലാദിക്കുമ്പോഴും എൻ്റെ അവയവങ്ങളിൽ എൻ്റെ മനസ്സിൻ്റെ നിയമത്തോട് പോരാടുന്ന വേറൊരു നിയമം കാണുന്നു. അതായത് എൻ്റെ അവയവങ്ങളിലുള്ള പാപത്തിൻ്റെ നിയമം. മനസ്സിലായോ? ഈ ശരീരം എപ്പോഴും പാപത്തിൻ്റെ നിയമത്തിന് അടിമയാണ്. നമ്മൾ മോചിതരായിരിക്കുന്നത് ഈ ശരീരം മരിച്ചിട്ടല്ല. നമുക്കറിയില്ല, നാം യേശു ക്രിസ്തുവിനോടുകൂടെ മരിച്ചിട്ടാണ്. യേശു ക്രിസ്തുവിൻ്റെ ശരീരം മുഖേനയാണ് നാം നിയമത്തിന് മരിച്ചവരായത്. എങ്കിലും നാം ഈ ജഡത്തിൽ വസിക്കുന്നിടത്തോളം കാലം ഈ ജഡത്തിൻ്റെ ദുരാശകൾ നമ്മളെ വീഴ്ത്താൻ നോക്കും. ഇത്രയും അനുഷ്ഠാനങ്ങളില്ല, സുവിശേഷം കേട്ട് നാം നിലനിൽക്കാൻ നോക്കിയാലും നമ്മളെ ഈ ശരീരത്തിൻ്റെ മുഖങ്ങൾ, മനസ്സിലായ? ഈ ശരീരത്തിൻ്റെ മുഖങ്ങൾ നമുക്കറിയാമല്ലോ എന്തെല്ലാമാണ്. അപ്പോൾ അത് നമ്മൾ കീഴടക്കാൻ നോക്കും. അതുകൊണ്ടാണ് ഈ 24-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, ഞാൻ ദുർബലനായ മനുഷ്യൻ. മനസ്സിലായ? നമ്മുടെ ശക്തിക്കോ കഴിവിനോ ഇവിടെ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. നമ്മളിവിടെ ദുർബലനായ മനുഷ്യനാണ്. ഈ മരണത്തിന് അധീനമായ ഈ ശരീരത്തിലാണ് നാം നിൽക്കുന്നതെങ്കിൽ ഈ ശരീരത്തിൽ നിന്ന് ആർക്ക് നമ്മെ രക്ഷിക്കാൻ കഴിയും? നമ്മുടെ അനുഷ്ഠാനങ്ങൾക്കോ നിയമങ്ങൾ പാലിക്കുന്നതുകൊണ്ട് ഒന്നും ഇത് സാധിക്കുന്നില്ല. ഇവിടെയാണ് നാം കർത്താവായ യേശു ക്രിസ്തു വഴി പിതാവായ ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്, ഈ രക്ഷ ദാനമാണ്, സൗജന്യമാണ്, നിൻ്റെ വിശ്വാസത്താലാണ്. നിൻ്റെ ഒരു ശക്തിയും ഇത് അടിസ്ഥാനമല്ല. നമുക്ക് ഒരിക്കലും സ്വന്തം ബലം കൊണ്ടോ ശരീരത്തിനെ നിയന്ത്രിച്ചുകൊണ്ട് നമുക്ക് കഴിയില്ല. ഇവിടെ ദൈവമാണ് പ്രവർത്തിക്കുന്നത്. അതാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്, പിതാവാകർഷിക്കാതെ ഒരുവനും എൻ്റെ അടുക്കൽ വരാൻ സാധിക്കുകയില്ല. ഇവിടെ വ്യക്തമായിട്ട് ആ വചനത്തിൽ എഴുതിയിട്ടുണ്ട്, ഞാൻ മനസ്സുകൊണ്ട് ദൈവത്തിൻ്റെ നിയമത്തെയും ശരീരം കൊണ്ട് പാപത്തിൻ്റെ നിയമത്തെയും. ഇവിടെയാണ് നാം മനസ്സിലാക്കേണ്ടത്. ഇവിടെ രക്ഷിക്കുന്നത് ദൈവമാണ്. ഇത് ദാനമാണ്. ഇതൊരു പ്രവൃത്തികളുടെയും ഫലമല്ല. നമ്മളുടെ ഒരു അനുഷ്ഠാനവും നമ്മളെ ഈ അവസ്ഥയിൽ നിന്ന് നമ്മളെ മോചിപ്പിക്കില്ല. നമ്മൾ എത്ര ശ്രമിച്ചാൽ നടക്കില്ല. ഇത് ദൈവത്തിൻ്റെ ഇച്ഛയാണ്, ദൈവത്തിൻ്റെ തീരുമാനമനുസരിച്ചാണ്. പാപികളായ നമ്മിൽ ദൈവം തൻ്റെ സുവിശേഷം വഴി തൻ്റെ ആത്മാവിനെ നമ്മിൽ നിക്ഷേപിച്ചുകൊണ്ട് ആ ആത്മാവിലൂടെ നമ്മൾ നയിക്കുകയാണ്. അപ്പോഴും നമ്മൾ നയിക്കുമ്പോഴും ഈ ശരീരത്തിലുള്ള പാപത്തിൻ്റെ നിയമം നമ്മെ കീഴടക്കാതിരിക്കാൻ വേണ്ടി നാം ദൈവത്തോട് അതാണ് പറഞ്ഞിരിക്കുന്നത്, നിരന്തരം പ്രാർത്ഥിക്കുവിൻ. നമ്മൾ മുന്നേ കൂട്ടി ഒരു തെറ്റ് ചെയ്യാം എന്ന് വിചാരിക്കുന്നില്ലെങ്കിലും ദുർബലമായ അവസ്ഥകളിലോ നമ്മൾ ബലഹീനരാണ്. നമുക്ക് സാധ്യമല്ല. നമ്മൾ മനസ്സിലാക്കുക, നമ്മെ വിളിച്ചിരിക്കുന്നത് ദൈവമാണ്, നമ്മെ നയിക്കുന്നത് രക്ഷിക്കുന്നത് എല്ലാം ദൈവമാണ്. ആ സുവിശേഷത്തിൻ്റെ ശക്തിയാലാണ്.
ഇവിടെയാണ് മുന്നുള്ള അധ്യായങ്ങളിൽ പറഞ്ഞിട്ടില്ലേ, അദ്ദേഹത്തിൻ്റെ കൃപയാണ്, കരുണയാണ്. ദൈവം ആ കൃപ ചൊരിയുമ്പോൾ നമ്മൾ ദൈവം വീഴാതെ സൂക്ഷിച്ച് ആപത്തുകളിലോ തിന്മകളിലോ വീഴാതെ രക്ഷിക്കുന്ന ദൈവമാണ്. എല്ലാം ചെയ്യുന്നത് ആ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷമാണ്. ആ സുവിശേഷത്താൽ നമ്മിൽ മുദ്രയായി വരുന്ന ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലാണ്. ഈ ശക്തി നമ്മിൽ വ്യാപരിക്കുമ്പോൾ ആ ശക്തിയാലാണ് നാം നയിക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞിട്ടുള്ളത്, നമ്മുടെ ശരീരങ്ങളെ ദൈവത്തിന് സമർപ്പിക്കുവിൻ, നിങ്ങളുടെ അവയവങ്ങളെ ദൈവത്തിന് സമർപ്പിക്കുവിൻ, അല്ലേ? നമ്മൾ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുവിൻ. അപ്പോൾ ജഡമോഹങ്ങളെ തൃപ്തിപ്പെടുത്തരുത്. ഒരു ജഡമോഹം നമ്മളിൽ കടന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ലോകത്തിൻ്റെ ഏതെങ്കിലും മോഹങ്ങൾ കടന്നു കഴിഞ്ഞാൽ, ഒരു ദുരാശകൾ കടന്നു കഴിഞ്ഞാൽ, നമ്മൾ എപ്പോഴും ആ ചിന്തകൾ നമ്മുടെ ഉള്ളിലേക്ക് വന്നുകൊണ്ടിരിക്കും, അല്ലേ? അങ്ങനെ നാം ഈ ജഡത്തിൻ്റെ ശരീരത്തിൻ്റെ വസിക്കുന്ന ആ പാപം നമ്മെ വീണ്ടും പാപത്തിലേക്ക് വീഴ്ത്തും. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെയുള്ള സംഗതികളെ ആത്മാവിനാൽ നിഹനിക്കണം. അപ്പോൾ സുവിശേഷത്താൽ നാം അവിടെ നമുക്ക് ശരീരത്തെ കർശനമായി നിയന്ത്രിക്കണം. ആ സുവിശേഷം സ്ഥിരമായിട്ട് കേട്ട് ആ ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കണം. ഒരു ദിവസവും നമ്മൾ ഇതിൽ നിന്ന് പിന്തിരിയരുത്. ഇവിടെ അനേകം മനുഷ്യാനുഷ്ഠാനങ്ങളുമായിട്ടും നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുക, രക്ഷിക്കാൻ അവർക്ക് സാധ്യമല്ല. ഈ സുവിശേഷത്തിന് മാത്രമാണ് സാധിക്കുന്നത്. കാരണം നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ ഇരിക്കുന്ന ഈ പാപത്തിൻ്റെ നിയമമുണ്ട്, ഇതിനെ എതിർക്കുന്ന ആ നിയമമുണ്ട്. ഇവിടെ ഒരു അനുഷ്ഠാനത്തിനും സാധിക്കില്ല. ഒരപ്പത്തിനോ ഒരു വെള്ളത്തിനോ ഒന്നിനും സാധ്യമല്ല. ഇവിടെ ദൈവത്തിൻ്റെ ആ ഒരു കരുണയാണ്, ദൈവത്തിൻ്റെ ആ കൃപ, ആ സ്നേഹം, അതാണ് നമ്മെ സംരക്ഷിക്കുന്നത്. നമ്മുടെ ശരീരം അല്ല, ആ ക്രിസ്തു സ്വീകരിച്ച ആ ഒരു ശരീരം, ആ ക്രിസ്തുവിൻ്റെ ശരീരം മുഖേനയാണ് നാം രക്ഷപ്പെടുന്നത്. പിതാവിൻ്റെ ഹിതപ്രകാരമാണ്. ആ ക്രിസ്തുവിൻ്റെ പ്രവൃത്തികളിലുള്ള വിശ്വാസം മൂലമാണ് നാം രക്ഷിക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് അവൻ്റെ ശരീരം മുഖേന നാം നിയമത്തിന് മരിച്ചവരാകണം, എന്നാൽ മാത്രമേ അവനോടുകൂടെ ഉയിർപ്പിക്കപ്പെടുകയുള്ളൂ എന്ന് എഴുതപ്പെട്ടിരിക്കുന്നത്. നമുക്കറിയാം, യേശു ക്രിസ്തു ഇവിടെ ഒന്ന് ശുശ്രൂഷകൾ ചെയ്തു, അല്ലേ? എന്നിട്ട് യേശു ക്രിസ്തു അതിനുശേഷം നമ്മൾ രക്ഷിക്കാനായിട്ട് ആരെയാണ് അയക്കുന്നത്, അല്ലേ? ആരുടെ അടുത്തേക്ക്? പൗലോസിനെ അയക്കുന്നുണ്ടെങ്കിൽ, പൗലോസിലൂടെ രക്ഷിക്കുന്നുണ്ടെങ്കിൽ ആ രക്ഷ. പത്രോസിനെ അയക്കുന്നുണ്ടെങ്കിൽ അവരെന്താണ് പ്രസംഗിക്കുന്നത്? അവരുടെ ആ സുവിശേഷം എന്താണ്? അത് നമ്മുടെ രക്ഷയിലേക്ക് നയിക്കുന്നതാണ്. ഇവിടെ നാം ഇപ്പോൾ നോക്കുന്നത് പൗലോസിലൂടെയുള്ള ആ വിജാതീയരായ നമുക്കുള്ള സുവിശേഷം, അതായത് നമ്മുടെ രക്ഷ. ഇത് നമുക്ക് മാത്രമല്ല, ഇത് യഹൂദർക്കുമാണ്. എല്ലാവർക്കും ഈ സുവിശേഷത്തിലൂടെ രക്ഷയുണ്ട്. റോമ 7:10 പറഞ്ഞിട്ടുണ്ട്, ജീവന് വേണ്ടിയുള്ള പ്രമാണം അത് എനിക്ക് മരണമായി തീർന്നു. മനസ്സിലായ? നൽകുന്നത് ജീവന് വേണ്ടിയിട്ടുള്ള പ്രമാണമായിരുന്നു, പക്ഷേ അത് മരണമായി തീർന്നു, അല്ലേ? അവിടെ അതുകൊണ്ടാണ് ഇപ്പോൾ യേശുക്രിസ്തുവിൻ്റെ കൃപ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്, അല്ലേ? ഇപ്പോൾ ഒരു അനുഷ്ഠാനമോ നിയമോ വഴിയല്ല പത്രോസ്ലീഹ യഹൂദന്മാരെ നയിച്ചതും പൗലോസ്ലീഹ വിജാതീയരെ നയിക്കുന്നതെല്ലാം ഒരു അനുഷ്ഠാനങ്ങളിലുള്ള രക്ഷയല്ല. അവർ പ്രസംഗിക്കുന്ന ആ സുവിശേഷം, അതാണ് ദൈവത്തിൻ്റെ വചനം, അതുവഴിയാണ് രക്ഷിക്കുന്നത്. നമ്മൾ ഇവരുടെ സുവിശേഷ പ്രസംഗങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ നമ്മൾ അനുഷ്ഠാനങ്ങളാണ്, ജഡത്തിന് ഇപ്പോൾ അനുഷ്ഠാനങ്ങളാണ് ഇഷ്ടം. അതുകൊണ്ടാണ് അവിടെ എഴുതപ്പെട്ടിട്ടുണ്ട്, അവർ തങ്ങളുടെ അഭിരുചിക്ക് ചേർന്ന പ്രബോധകരെ വിളിച്ചു കൂട്ടും. അതാണ് ഇന്നിവിടെ കാണുന്നത്. സകലർക്കും അവർക്ക് ഇഷ്ടമുള്ള രീതികൾ, അല്ലേ? ഈ ജഡത്തിൻ്റെ ഉയർച്ച, ജഡത്തിന് സുഖങ്ങൾ ലഭിക്കുന്ന അതാണ് ഇന്നും രക്ഷയായിട്ട് ഇവിടെ പലരും പ്രസംഗിക്കുന്നത്. നീ ദാരിദ്ര്യത്തിൽ നിന്ന് സമ്പത്തിലേക്ക് ഉയരുന്ന സുവിശേഷ പ്രസംഗങ്ങൾ. ഇവിടെ എന്താണ് പൗലോസ് പഠിപ്പിക്കുന്നത്? ജഡത്തിൻ്റെ ദുരാശകളെ നിഹനിച്ച് ദൈവത്തിൻ്റെ സുവിശേഷത്തിൽ നിലകൊള്ളാൻ വേണ്ടി ആത്മാവിനെ രക്ഷിക്കുന്ന ആ സുവിശേഷമാണ് ഇവിടെ നൽകുന്നത്. ആത്മീയ ശുശ്രൂഷയാകുന്ന, ആത്മാവിൻ്റെ ശുശ്രൂഷയാകുന്ന ആ സുവിശേഷ പ്രസംഗമാണ് ഇവിടെ നൽകുന്നത്. അതിന് ഒരു പ്രവൃത്തികളുടെയും ആവശ്യമില്ല, അല്ലേ? ഈ ഉയർച്ച, ലോകത്തിൻ്റെ മുൻപിൽ വലുതാവുക, ലോകത്തിന് മുമ്പിലുള്ള ഉയർച്ച, ഇങ്ങനെയുള്ള പ്രസംഗങ്ങളിലൂടെ അതാണ് ഉന്നതി എന്ന് വിചാരിക്കുന്ന ജഡത്തിൻ്റെ സുവിശേഷ പ്രസംഗകർ ഇന്ന് ലോകത്ത് ധാരാളമുണ്ട്. നമുക്കറിയാം, ദൈവം നമ്മിൽ നിക്ഷേപിച്ചിരിക്കുന്ന നമ്മുടെ ആത്മാവിനെ അസൂയയോടെ അഭിലഷിക്കുന്നു, അല്ലേ? ആ ആത്മാവിനെ രക്ഷിക്കാനാണ് ദൈവം ഇറങ്ങി വന്നിരിക്കുന്നത്. നമ്മളിപ്പോൾ അയക്കുന്നത് പാപകരമായ ശരീരത്തിൻ്റെ സാദൃശ്യത്തിലാണ്, അല്ലേ? യേശുക്രിസ്തുവും സ്വീകരിച്ചത് ഈ ശരീരമാണ്, അല്ലേ? ഇതേപോലെ പാപകരമായ ശരീരത്തിൻ്റെ സാദൃശ്യത്തിൽ വന്നുകൊണ്ട് അവൻ ആ ശരീരത്തിൽ പാപത്തിന് ശിക്ഷ വിധിച്ചു. അപ്പോൾ ആ ശരീരം മുഖേന അപ്രകാരമാണ് നമ്മുടെ രക്ഷ. ഇതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ നമ്മളുടെ ശരീരം, അവയവങ്ങൾ അത് ക്രിസ്തുവിന് സമർപ്പിക്കണം, അല്ലേ? ക്രിസ്തുവിൻ്റെ ഹിതമനുസരിച്ച്
എന്താ ദാരിദ്ര്യമാണോ, ക്ലേശമാണോ, ഞെരുക്കമാണോ, എന്താണോ, അങ്ങയുടെ ശരീരമാണ്, അങ്ങയുടെ അവയവമാണ്, അങ്ങയുടെ ഹിതമനുസരിച്ച് അപ്രകാരമാണ് നാം ജീവിക്കേണ്ടത്. ആ ദൈവത്തിൻ്റെ കരുണയാണ്, സ്നേഹമാണ് എന്ന്, ദൈവമാണ് നമ്മെ രക്ഷിക്കുന്നത്, നമ്മുടെ ഒരു പ്രവൃത്തികളുമല്ല എന്ന് മനസ്സിലാക്കിയില്ലെങ്കിൽ നമ്മുടെ ശരീരങ്ങളിലുള്ള ഈ പാപത്തിൻ്റെ നിയമം മനസ്സിലായോ, ഇത് നമ്മെ കീഴടക്കി വീണ്ടും നമുക്ക് ദൈവത്തിൻ്റെ ഫലം പുറപ്പെടുവിക്കാൻ കഴിയില്ല. അതിൻ്റെ അർത്ഥം എന്താണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. നാം രക്ഷയിലേക്കായിരിക്കില്ല യാത്ര ചെയ്യുന്നത്. യേശുക്രിസ്തുവിൽ പിതാവായ ദൈവത്തിന് നന്ദി.